തിരുവനന്തപുരം നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ ജീവിച്ചിരുന്ന ആദിത്യന് ഒരു ചെറിയ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം തന്റെ സ്വന്തം പുസ്തകം പ്രസിദ്ധീകരിക്കുക. അവൻ ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ജീവിതത്തിന്റെ തിരക്കുകളിൽ അവന്റെ സ്വപ്നം എപ്പോഴും പിന്നിലേക്ക് മാറി. പകൽ ജോലി, രാത്രി എഴുത്ത്. അതാണ് അവന്റെ ജീവിതം. അവന്റെ മുറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഒരു പഴയ തവിട്ട് നിറത്തിലുള്ള ഡയറി ആയിരുന്നു. അത് അവന്റേതല്ലായിരുന്നു. അത് അവൾ വിട്ടുപോയതായിരുന്നു. അവളുടെ പേര് മീര. ഒരു വർഷം മുമ്പ് അവന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരു പെൺകുട്ടി. മീര ഒരു സംഗീത അധ്യാപികയായിരുന്നു. അവൾക്ക് പാട്ടുകളോടും മഴയോടും പഴയ ഓർമ്മകളോടും വലിയ ഇഷ്ടമായിരുന്നു. അവർ ആദ്യമായി കണ്ടത് ഒരു ചെറിയ കഫേയിൽ ആയിരുന്നു. ആദിത്യൻ അവിടെ ഇരുന്ന് എഴുതുകയായിരുന്നു. മീര അവന്റെ മേശയിലേക്ക് വന്നു. "നീ എപ്പോഴും എഴുതുമോ?" അവൾ ചോദിച്ചു. ആദിത്യൻ തല ഉയർത്തി. "അതേ." "എന്താണ് എഴുതുന്നത്?" അവൻ ചിരിച്ചു. "എനിക്ക് അറിയാത്ത കഥകൾ." മീര ചിരിച്ചു. "എല്ലാവരുടെയും ഉള്ളിൽ അറിയാത്ത കഥകൾ ഉണ്ടാകും." ആ മറുപടി അവനെ ആകർഷിച്ചു. പിന്നീട് അവർ പലപ്പോഴും ആ കഫേയിൽ കണ്ടുമുട്ടി. മീര പാട്ടുകൾ പാടും. ആദിത്യൻ അവളുടെ ശബ്ദം കേട്ട് കഥകൾ എഴുതും. അവൾ പറയും, "നിന്റെ കഥകളിൽ എപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ." അവൻ ചോദിക്കും, "നിനക്ക് എന്തുകൊണ്ട് അത് ഇഷ്ടമാണ്?" അവൾ പറയും, "കാരണം ജീവിതം എത്ര ബുദ്ധിമുട്ടായാലും അവസാനം മനോഹരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു." അവരുടെ സൗഹൃദം പതിയെ പ്രണയമായി മാറി. ഒരു ദിവസം മീര അവന് ആ പഴയ ഡയറി നൽകി. "ഇത് സൂക്ഷിക്കണം." ആദിത്യൻ ചോദിച്ചു, "ഇത് എന്താണ്?" അവൾ ചിരിച്ചു. "എന്റെ ചിന്തകൾ." "എന്തിന് എനിക്ക് തരുന്നു?" അവൾ പറഞ്ഞു. "കാരണം ഒരിക്കൽ നീ എന്റെ കഥ എഴുതും." അവൻ ചിരിച്ചു. "നിന്റെ കഥ?" "അതേ." "പക്ഷേ അതിന്റെ അവസാനം എങ്ങനെയായിരിക്കും?" മീര അവനെ നോക്കി. "അത് നീ എഴുതണം." അന്ന് അവൻ മനസ്സിലാക്കിയില്ല. അത് ഒരു വിടപറച്ചിലിന്റെ തുടക്കമാണെന്ന്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മീര പറഞ്ഞു, "എനിക്ക് വിദേശത്ത് ഒരു അവസരം കിട്ടി." ആദിത്യന്റെ മുഖം മാറി. "എത്ര കാലത്തേക്ക്?" "അറിയില്ല." അവൾ സ്വപ്നം കണ്ട അവസരം ആയിരുന്നു. അവന് അവളെ തടയാൻ കഴിഞ്ഞില്ല. പോകുന്ന ദിവസം അവൾ പറഞ്ഞു, "ഈ ഡയറി സൂക്ഷിക്കണം. ഞാൻ തിരികെ വന്നാൽ എനിക്ക് തിരികെ തരാം." ആദ്യ മാസങ്ങൾ എല്ലാം നല്ലതായിരുന്നു. ദിവസവും സംസാരിക്കും. പുതിയ അനുഭവങ്ങൾ പങ്കിടും. പക്ഷേ പതിയെ ജീവിതം മാറി. പുതിയ സ്ഥലം, പുതിയ ആളുകൾ, പുതിയ ഉത്തരവാദിത്വങ്ങൾ. സംസാരങ്ങൾ കുറഞ്ഞു. ഒരു ദിവസം മീരയുടെ സന്ദേശം വന്നു, "എനിക്ക് കുറച്ച് സമയം വേണം." അതിനുശേഷം നിശബ്ദത. ആദിത്യൻ കാത്തിരുന്നു. ആഴ്ചകൾ, മാസങ്ങൾ, വർഷം. അവൻ ആ ഡയറി തുറക്കാൻ ഒരിക്കലും ധൈര്യപ്പെട്ടില്ല. കാരണം അതിൽ അവളുടെ മനസ്സ് ഉണ്ടായിരുന്നു. ഒരു ദിവസം അവന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആദ്യ നോവൽ. പേര് അവസാനിക്കാത്ത കഥ. പുസ്തക പ്രകാശനത്തിന് ഒരാൾ വന്നു. ആദിത്യൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മീര. വർഷങ്ങൾക്ക് ശേഷം. അവൾ പുസ്തകം എടുത്തു നോക്കി. "ഈ കഥ എന്റേതാണോ?" അവൻ ചിരിച്ചു. "അതേ." അവൾ ചോദിച്ചു, "പക്ഷേ അവസാനം?" ആദിത്യൻ പറഞ്ഞു, "എഴുതിയിട്ടില്ല." മീര അവനെ നോക്കി. "എന്തുകൊണ്ട്?" അവൻ പതുക്കെ പറഞ്ഞു, "കാരണം നീ തിരികെ വന്നാൽ മാത്രമേ അത് പൂർത്തിയാകൂ." മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ചോദിച്ചു, "നീ എന്നെ കാത്തിരുന്നോ?" അവൻ ചിരിച്ചു. "ഞാൻ നിന്നെ അല്ല, നമ്മുടെ കഥയെയാണ് കാത്തിരുന്നത്." അവൾ ആ പഴയ ഡയറി ചോദിച്ചു. അവൻ അത് നൽകി. മീര തുറന്നു. അവസാന പേജിൽ ഒരു വരി ഉണ്ടായിരുന്നു. അവൾ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത്. "ഒരാൾ നമ്മളെ മനസ്സിലാക്കിയാൽ ദൂരം പോലും അവരെ വേർപെടുത്തില്ല." അവൾ കണ്ണുനീർ തുടച്ചു.
നിനക്ക് അറിയാമോ, ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, ഒരുപാട് ആളുകളെ കണ്ടു. പക്ഷേ എന്നെപ്പോലെ എന്നെ മനസ്സിലാക്കിയ ഒരാളെ കണ്ടില്ല. ആദിത്യൻ ചിരിച്ചു. ഇനി പോകുമോ? മീര ചിരിച്ചു. ഇനി എന്റെ കഥ ഇവിടെ തന്നെ. ഒരു വർഷത്തിനു ശേഷം അവർ വിവാഹിതരായി. ആദിത്യന്റെ പുതിയ പുസ്തകത്തിന്റെ പേര് അവൾ മറന്നുവെച്ച പഴയ ഡയറി. അവസാന വരികൾ: ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു കഥയായി. പക്ഷേ അവസാനം അവർ തന്നെ നമ്മുടെ മുഴുവൻ പുസ്തകമായി മാറും. കാരണം യഥാർത്ഥ സ്നേഹം അവസാനിക്കുന്നില്ല. അത്